നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തിയ ബസ്സിലെ ഡ്രൈവറായിരുന്നു ചെന്താമര. പ്രണയവിവാഹമായിരുന്നു ഇയാളുടേത്. സ്വന്തം വീട് സദാസമയവും പൂട്ടിയിട്ടിരുന്ന ഇയാൾ കടുത്ത അന്ധവിശ്വാസിയും സംശയരോഗിയുമായിരുന്നുവെന്നാണ് അയൽക്കാർ നൽകിയ മൊഴി. ഭാര്യ പിണങ്ങിപ്പോയതിന്റെ വൈരാഗ്യത്തിൽ അയൽകുടുംബത്തിലെ 3 പേരെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംശയവും അന്ധവിശ്വാസവും മൂലം നടപ്പിലാക്കിയ ഈ പൈശാചിക കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലൊന്നാണ്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു കുറ്റവാളിക്ക് വീണ്ടും ഒരു ഇരട്ട കൊലപാതക കേസിൽ വധശിക്ഷ തന്നെ വിധിക്കപ്പെടുന്നത്. പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് കേസിൽ അർഹിച്ച ശിക്ഷ തന്നെ വിധിച്ച് വിധിന്യായം പുറപ്പെടുവിച്ചത്. കൊടും കുറ്റവാളിയായ ചെന്താമര നൽകുന്ന ഭീതിയിൽ നിന്ന് പ്രദേശവാസികൾക്കും ഇരകളുടെ കുടുംബത്തിനും പൂർണ്ണമായ ആശ്വാസം നൽകുന്നതാണ് ഈ ചരിത്രവിധി. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ താമസക്കാരനായ ചെന്താമര ആദ്യ കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ആസൂത്രിതമായി 2 പേരെ കൂടി ക്രൂരമായി വധിച്ചത്. അയൽവാസിയായ സജിതയെയാണ് ചെന്താമര ആദ്യം കൊലപ്പെടുത്തിയത്. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലായ ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി പ്രതികാരം തീർക്കുകയായിരുന്നു. സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ചെന്താമര വെട്ടിപ്പരിക്കേൽപ്പിച്ച് ജീവനോടെ കൊലപ്പെടുത്തിയത്. ഒരു കുടുംബത്തിലെ 3 നിരപരാധികളുടെ ജീവനാണ് ഇയാൾ എടുത്തത്. അയൽവാസികളുമായുണ്ടായ കുടിപ്പകയും തർക്കങ്ങളുമാണ് ഈ ദുരന്തങ്ങൾക്ക് വഴിവെച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ സജിത, പുഷ്പ, വസന്ത എന്നിവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തൊഴിലുറപ്പ് ADS ആയ സ്വന്തം ഭാര്യ വിലാസിനിയോട് ചെന്താമര ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനാവശ്യമായ ഈ ആവശ്യത്തിന് വഴങ്ങാൻ തയ്യാറാകാതിരുന്ന ഭാര്യ വിലാസിനിയെ ഇയാൾ വടിവാൾ കൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണുണ്ടായത്. ചെന്താമരയുടെ ക്രൂരമായ മർദ്ദനവും സംശയരോഗവും സഹിക്കാനാകാതെ വിലാസിനിയും മകളും ഇയാളുമായുള്ള ബന്ധം വേർപെടുത്തി മാറി താമസിക്കാൻ നിർബന്ധിതരായി. തന്റെ കുടുംബം തകരാനും ഭാര്യ പിണങ്ങിപ്പോകാനും കാരണം അയൽവാസിയായ സജിതയാണെന്ന് ചെന്താമര അന്ധമായി വിശ്വസിക്കുകയും അത് മനസ്സിൽ വെച്ച് സജിതയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ആദ്യ കൊലപാതകത്തിന് ശേഷം തെളിവെടുപ്പിനായി പോലീസുകാർ കോളനിയിൽ എത്തിച്ചപ്പോൾ താൻ 2 പേരെ കൂടി കൊലപ്പെടുത്തുമെന്ന് നാട്ടുകാരുടെയും പോലീസിന്റെയും മുന്നിൽ വെച്ച് ഇയാൾ പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഭീഷണി വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷമുള്ള ഇയാളുടെ പൈശാചികമായ നീക്കങ്ങൾ. താൻ പറഞ്ഞതുപോലെ തന്നെ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും ഇയാൾ വധിച്ചു. ഒരു സാധാരണ ബസ് ഡ്രൈവറായിരുന്ന ചെന്താമര പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ഇയാളുടെ ഉള്ളിലെ വിചിത്രമായ അന്ധവിശ്വാസങ്ങളും രോഗാതുരമായ സംശയബുദ്ധിയും കുടുംബജീവിതത്തെ പൂർണ്ണമായി തകർത്തു. സ്വന്തം വീടെപ്പോഴും അടച്ചുപൂട്ടി പുറത്തുനിന്നുള്ളവരുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞിരുന്ന ഇയാളുടെ അസാധാരണമായ പെരുമാറ്റം അയൽവാസികളിൽ എന്നും വലിയ ഭയം സൃഷ്ടിച്ചിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇനിയും ചോരയിറ്റിക്കുന്ന കത്തിയും വടിവാളുമായി ഇയാൾ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അതിനാൽ തന്നെ വധശിക്ഷ ഒഴികെയുള്ള മറ്റേതൊരു ശിക്ഷയും ഇയാൾക്ക് കുറഞ്ഞു പോകുമായിരുന്നു. ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ വധശിക്ഷ വിധിക്കപ്പെട്ട